അത് കേടായിപ്പോയാൽ പിന്നെ ഇനി എന്തായിരിക്കും. പക്ഷേ എനിക്ക് ആംഗ്യ ഭാഷ അറിയില്ല, സാധാരണ സംസാരം ഇല്ലാന്നൊക്കെ പഠിച്ച് പിന്നെ ഇനിയൊരു കേൾക്കാതെ പോവാന്ന് പറയുമ്പോൾ ഇനി അതുമല്ല, നമ്മൾ ഇത്രയും ആൾക്കാർ കേട്ടുകൊണ്ട് നിന്നിട്ടും ഇത്രയും ആൾക്കാരെ കിട്ടി, ഇനി കേൾക്കാതെ നിൽക്കുമ്പോൾ എല്ലാവരും പിരിഞ്ഞ പോലെ തോന്നൂലേ. ഒരു പക്ഷേ ഇനിയും നേരിടാൻ പോകുന്ന ദുരവസ്ഥയാണ് ഫിദയുടെ വാക്കുകളിലുള്ളത്. 2002 കേരളത്തിൽ സ്വകാര്യ ആശുപത്രിയിൽ ആദ്യമായി നടത്തിയ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയയിലൂടെ ശബ്ദത്തിന്റെ ലോകം കയ്യെത്തിപ്പിടിച്ച വ്യക്തിയാണ് ഫിദ. 10 ലക്ഷം രൂപയായിരുന്നു ചെലവ്. ആദ്യകാല മോഡലായ കോക്ലിയർ സ്പ്രിന്റാണ് ഫിദ ഉപയോഗിച്ചിരുന്നത്. ഈ ഉപകരണത്തിന്റെ ഉൽപാദനവും തകരാറ് പരിഹരിക്കലും കമ്പനി ഈ വർഷത്തോടെ അവസാനിപ്പിക്കും എന്നറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം എന്ത് എന്ന് ഈ ഉമ്മയ്ക്കും അറിയില്ല. 1400 പേരാണ് സ്വകാര്യ ആശുപത്രി വഴി കേൾവിശക്തി വീണ്ടെടുത്തത്. സർക്കാർ ഇന്ന് തരാം നാളെ തരാം എന്ന് പറഞ്ഞ് KSSME എന്നൊക്കെ നിങ്ങളുടെ മെഷീൻ്റെ അപ്ഡേഷൻ റെഡി ആയിട്ടുണ്ട്, ഇന്ന് തരാം നാളെ തരാം എന്ന് പ്രതീക്ഷ ഞങ്ങൾക്ക് തരുന്നതല്ലാതെ ഇതുവരെ യാതൊരു പ്രയോജനവും ലഭിച്ചിട്ടില്ല. ഇതുവരെ ഉപയോഗിച്ച ശ്രവണ സഹായിയുടെ നിർമ്മാണവും തകരാർ പരിഹരിക്കലും കമ്പനി അവസാനിപ്പിക്കുന്നതോടെ ഇവരും പ്രതിസന്ധിയിലാകും. കാരണം പുതിയ മോഡൽ വാങ്ങാൻ 5 ലക്ഷം രൂപ വരെ ചെലവുണ്ട്. സഞ്ജു പൊറ്റമ്മലിനൊപ്പം ഷിത ജഗത്, മീഡിയ 1 കോഴിക്കോട്.